ISROയിലായിരുന്നു. വിക്രം സാരാഭായ് സ്പേസ് സെന്ററിന്റെ ഉൾപ്പെടെ പല സ്ഥാപനങ്ങളുടെയും ഡയറക്ടറായിരുന്നു. ലോഞ്ച് വെഹിക്കിൾസിലെ വിദഗ്ധനാണ്. രസതന്ത്രം, കെമിസ്ട്രിയാണ് അദ്ദേഹത്തിന്റെ മേഖല. മഹാത്മാഗാന്ധി സർവകലാശാലയിലെ നിലവിലെ വൈസ് ചാൻസലറാണ്. ഗോവയിലെ നാഷണൽ സെന്റർ ഫോർ പോളാർ ആൻഡ് ഓഷൻ റിസർച്ചിന്റെ ഡയറക്ടറാണ്. ഒരു പോളാർ സയന്റിസ്റ്റാണ്. ആർട്ടിക്, അന്റാർട്ടിക്, ഹിമാലയൻ ഗ്ലേഷ്യേഴ്സിനെ കുറിച്ച് കേട്ടിട്ടില്ലേ? അപ്പോൾ ഗ്ലേഷ്യോളജിസ്റ്റാണ്. റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ മുൻ ഡയറക്ടർ, ബോട്ടണി പ്രൊഫസർ, നിലവിൽ കേരള അക്കാദമി ഓഫ് സയൻസസ് എന്ന് പറയുന്ന ഒരു പ്രൊഫഷണൽ. മാഡം ജവഹർലാൽ നെഹ്റു സെന്റർ ഫോർ അഡ്വാൻസ്ഡ് സയന്റിഫിക് റിസർച്ച് ബാംഗ്ലൂരിലെ പ്രൊഫസറായിരുന്നു. പാരസൈറ്റോളജിയിലെ വിദഗ്ധയാണ്. APJ അബ്ദുൽ കലാം സാങ്കേതിക സർവകലാശാലയുടെ മുൻ വൈസ് ചാൻസലർ, കമ്പ്യൂട്ടർ സയൻസിലെ വിദഗ്ധ. മദ്രാസ് IITയിൽ നിന്ന് കമ്പ്യൂട്ടർ സയൻസിൽ PhD എടുത്തിട്ടുണ്ട് മാഡം. മാഡത്തിൻ്റെ സബ്ജക്റ്റ് ഏരിയ മനസ്സിലായല്ലോ. ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ഫ്രോഡ്മാൻ ഓഫ് ഇന്ത്യ. വേറെ ഇവിടെ ഇല്ല. അപ്പോൾ ലോകമെമ്പാടും അറിയപ്പെടുന്ന ആംഫിബിയൻ ബയോളജിസ്റ്റ്. ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ തിരുവനന്തപുരത്തെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് അവിടുത്തെ അധ്യാപികയാണ്. മോളിക്കുലർ ബയോളജിസ്റ്റാണ്. ക്രൊമാറ്റിൻ ബയോളജിയുടെ വിദഗ്ധയാണ്. ജിനോമിക്സ്, അതാണ് നിഷാനയുടെ മേഖല. പേരെന്താ? അന്റാർട്ടിക്കയിലും ആർട്ടിക്കിലും ഹിമാലയത്തിലും ഒക്കെ പോയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിൽ വരുന്ന ചോദ്യങ്ങളൊക്കെ ഇങ്ങനെ നല്ല വരുത്തിക്കൊണ്ടിരിക്കാം. എന്നൊക്കെ ചോദിക്കാം കേട്ടോ. കുറച്ചുകൂടി നമ്മൾ മൂവ് ചെയ്യാം. കാരണം ആൾക്കാർ വരും, പലരും വരും. നമുക്ക് അതിനൊരു നമ്മൾ ഇതിനാണ് ഈ കാര്യത്തിൽ ഇങ്ങനെ വന്നിരിക്കുന്നത്. എന്താണ് സയൻസ് സമൂഹത്തിൽ? കണ്ടുപിടുത്തങ്ങള് ആൾക്കാരാണ് കണ്ടുപിടിക്കുന്നത്. ഐസ്ലാൻഡ് പോലെ സ്ഥലങ്ങളിലൊക്കെ അത് അവിടെ തന്നെ നമുക്ക് ആക്ച്വലി മാഗ്മ പുറത്തൊന്നും ഉറങ്ങി ലാവ ഇങ്ങനെ ഉറങ്ങിയിട്ട് കാണാം. അപ്പോൾ അവിടെയുള്ള എല്ലാ സ്ഥലങ്ങളിലും ഈ ഇതിൻ്റെ മാഗ്മയുടെ ചൂടുണ്ട്. ചില സ്ഥലങ്ങളിൽ അത് ഭൂമിയിൽ വെള്ളമുള്ള സ്ഥലമാണെങ്കിൽ അത് തിളച്ച് മറിയാൻ തുടങ്ങും. അങ്ങനെ തിളച്ച് ഇങ്ങനെ സ്പ്രിങ്ങായിട്ട് ഇങ്ങനെ വരുന്നതാണ്. പിന്നെ മാത്രമല്ല പലയിടത്തും ഉള്ള വെള്ളത്തിന് ഭയങ്കര ഇതുപോലെ കാണുന്ന വലിയ കുളത്തിലൊക്കെ ഭയങ്കര ചൂടായിട്ടുള്ളത്. ഇങ്ങനെയാണ് ഇതുണ്ടാവുക. അത് ബേസിക്കലി ഒക്കെ മാഗ്മ ഇത് ഭൂമിയുടെ അകത്തുനിന്നുള്ള ചൂടാണ് പുറത്തേക്ക് വരുന്നത്. അതിൻ്റെ ആഹാരം പാചകം ചെയ്യുന്ന കൂട്ടത്തിൽ അതിൻ്റെ കാർബൺ ഡയോക്സൈഡിനെ എടുത്ത് കാർബോഹൈഡ്രേറ്റ് ആക്കി മാറ്റിയെടുത്തിട്ട് നമുക്ക് ഓക്സിജൻ ഡിസ്ചാർജ് കിട്ടും ഇല്ലേ? അപ്പോൾ അതൊന്ന് അങ്ങനെ പ്രകൃതിയെ നമ്മൾ സംരക്ഷിക്കും. നമുക്ക് എന്താണ് പ്രകൃതിയെ സംരക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെയുള്ള ഉണ്ടാക്കിയില്ലെങ്കിലുള്ള കുഴപ്പം എന്താണ്? ഗ്ലോബൽ വാർമിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ് ഗ്ലോബൽ വാർമിംഗ്? കൂടും. ഭൂമിക്ക് ടെമ്പറേച്ചർ ഒത്തിരി കൂടിയാൽ എന്താ കുഴപ്പം? അല്ലേ? ഓക്കെ. സ്നോ മൗണ്ടൻസ് ആയിട്ടിരിക്കുന്നതൊക്കെ തണുത്ത ഒഴുകി കഴിഞ്ഞ് വെള്ളം ഉണ്ടായിക്കഴിഞ്ഞാൽ സമുദ്രത്തിലാണ് ഇതെല്ലാം പോകുന്നത്. അവസാനം ഈ വെള്ളമെല്ലാം സമുദ്രത്തിൽ പോകും. സമുദ്രത്തിൻ്റെ ലെവലങ്ങ് ഉയരും. സമുദ്രത്തിൻ്റെ ലെവൽ ഉയർന്ന് നമുക്ക് എന്താ കുഴപ്പം? ഇപ്പം ഇവിടെ ഈ സമുദ്രമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന ഒരു കായലാണ്. അപ്പോൾ ആർക്കിലെങ്കിലും നടക്കാൻ പറ്റാണ്ട് വരും. അങ്ങനെ അങ്ങ് കുറേ തീരദേശത്തുള്ള ഭൂമിയൊക്കെ വെള്ളത്തിനടിയിലായിപ്പോവും. അങ്ങനെ ഉള്ള കുഴപ്പങ്ങളും വെള്ളപ്പൊക്കവും പ്രകൃതിക്ഷോഭവും കൊടുങ്കാറ്റും ഒന്നും ഉണ്ടാകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രിക്കോഷൻ എടുക്കണം.
പ്രിക്കോഷൻ എന്ന് പറഞ്ഞാൽ മുൻകരുതൽ. പ്രകൃതിയെ സംരക്ഷിക്കണം. പ്രത്യേകിച്ചും നമ്മൾ ഈ ഇൻഡസ്ട്രീസ് ഫാക്ടറികൾ ഒരുപാട് കൂടി വരികയും കൃത്രിമമായിട്ട് ഊർജം ഉണ്ടാക്കാനായിട്ട് നമ്മൾ പെട്രോളിയം ഫ്യൂവൽസും കൽക്കരിയെല്ലാം കത്തിക്കുമ്പോഴാണ് ഈ കാർബൺ ഡൈ ഓക്സൈഡ് വാതകം ആ കടലിൻ്റെ ആ ഒരു എന്താ പറയുക ഹീറ്റുള്ളത് കൊണ്ടാണ് കൂടുതൽ ആർട്ടിക് കൂടുതലും റിലേറ്റീവ്ലി വാമ. പിന്നെ വെച്ചാൽ അന്റാർട്ടിക്കയിൽ എന്ന് പറഞ്ഞാൽ ഈ കംപ്ലീറ്റ്ലി സെപ്പറേറ്റഡ് ഫ്രം ദ ഇതാണ്. മറ്റൊക്കെയാണ് ആർട്ടിക്കിലെല്ലാം കണക്റ്റഡ് ടു നമ്മളെ നോർത്തേൺ ഹെമിസ്ഫിയറിലെ കോണ്ടിനെൻറ്റ്സ് ആണ്. ആൾക്കാരൊക്കെ താമസിക്കുന്ന സ്ഥലങ്ങളാണ്. അന്റാർട്ടിക്കയിൽ ആൾക്കാരില്ല. ഒരു ന്യൂ ഇൻഡിജിനസ് പോപ്പുലേഷൻ ഉണ്ടാക്കുക, അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. ആർട്ടിക്കിലുണ്ട് നമ്മൾ ഇന്യൂട്സ് എന്നൊക്കെ പറയുന്ന പണ്ട് നമ്മൾ എസ്കിമോന്ന് വിളിച്ചു. എസ്കിമോസ് വിളിക്കാൻ പാടില്ല. അതറിയാലോ എനിക്ക്. അതൊരു വളരെ ഒരു ഡെറഗേറ്റ്, അതായത് ആൾക്കാരെ കുറിച്ച് മോശം പറഞ്ഞു വീഡിയോസ് പറയുന്നില്ല, പറയാൻ പാടില്ല. ഇന്യൂസ് അവിടെ ആൾക്കാരുണ്ട്. അവിടെ ഇങ്ങനത്തെ ഒരു മറ്റു രാജ്യങ്ങളായിട്ട് കോൺടാക്റ്റ് ഉണ്ട്. അന്റാർട്ടിക്ക ഒന്നുമില്ല, കംപ്ലീറ്റ്ലി ഐസൊലേറ്റഡ്. ആ കടലിൻ്റെ ആ ഒരു എന്താ പറയുക ഹീറ്റുള്ളത് കൊണ്ടാണ് കൂടുതൽ ആർട്ടിക് കൂടുതലും റിലേറ്റീവ്ലി വാമ. പിന്നെ വെച്ചാൽ അന്റാർട്ടിക്കയിൽ എന്ന് പറഞ്ഞാൽ ഈ കംപ്ലീറ്റ്ലി സെപ്പറേറ്റഡ് ഫ്രം ദ ഇതാണ്. മറ്റൊക്കെയാണ് ആർട്ടിക്കിലെല്ലാം കണക്റ്റഡ് ടു നമ്മളെ നോർത്തേൺ ഹെമിസ്ഫിയറിലെ കോണ്ടിനെൻറ്റ്സ് ആണ്. ആൾക്കാരൊക്കെ താമസിക്കുന്ന സ്ഥലങ്ങളാണ്. അന്റാർട്ടിക്കയിൽ ആൾക്കാരില്ല. ഒരു ന്യൂ ഇൻഡിജിനസ് പോപ്പുലേഷൻ ഉണ്ടാക്കുക, അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. ആർട്ടിക്കിലുണ്ട് നമ്മൾ ഇന്യൂട്സ് എന്നൊക്കെ പറയുന്ന പണ്ട് നമ്മൾ എസ്കിമോന്ന് വിളിച്ചു. എസ്കിമോസ് വിളിക്കാൻ പാടില്ല. അതറിയാലോ എനിക്ക്. അതൊരു വളരെ ഒരു ഡെറഗേറ്റ്, അതായത് ആൾക്കാരെ കുറിച്ച് മോശം പറഞ്ഞു വീഡിയോസ് പറയുന്നില്ല, പറയാൻ പാടില്ല. ഇന്യൂസ് അവിടെ ആൾക്കാരുണ്ട്. അവിടെ ഇങ്ങനത്തെ ഒരു മറ്റു രാജ്യങ്ങളായിട്ട് കോൺടാക്റ്റ് ഉണ്ട്. അന്റാർട്ടിക്ക ഒന്നുമില്ല, കംപ്ലീറ്റ്ലി ഐസൊലേറ്റഡ്. അത്രമാത്രം കോൾഡായിട്ടുള്ള സ്ഥലങ്ങളുണ്ട്. അന്റാർട്ടിക്കയുടെ സൗത്ത് പോൾ, 90 ഡിഗ്രി സൗത്ത് പറഞ്ഞ സ്ഥലത്ത് എത്തിപ്പെടാൻ പറഞ്ഞാൽ വളരെ ഒരു ദുഷ്കരമായിട്ടാണ്. ഞാൻ ഒരു പ്രാവശ്യം പോയിട്ടുണ്ട്. ഒരു ലോങ് ട്രാവൽസ് ഓവർ ദ കോണ്ടിനെൻ്റ്. മൾട്ടിപ്പിൾ ലെയേഴ്സ്, അതായത് അന്റാർട്ടിക്കയിലേക്ക് പോകുമ്പോൾ പ്രധാനപ്പെട്ട മെന്റലി ഷുഡ് ബി പ്രിപ്പയർഡ്. ഫസ്റ്റ് ഫിസിക്കലി ഷുഡ് ബി ഫിറ്റ്. Secondly, mentally you should be fit. Third, you should be of enough physical fitness. And finally, you have to have sufficient clothing. Starting from ഒരു മൾട്ടിപ്പിൾ ലെയർ, ഒരു ലെയറിലൊന്ന് ടോൾ വെച്ച് ബാക്കിയൊക്കെ കംപ്ലീറ്റ് കവേർഡ് ആവുന്നുണ്ട്. ഷൂസ് തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഷൂസ് ഉപയോഗിക്കും. സ്നോയിൽ ഉപയോഗിക്കുന്ന ഷൂസ് ഡിഫറെൻ്റ് ആയിരിക്കും. മറ്റേ അല്ലാതെ നടക്കാൻ വേണ്ടിയിരിക്കുന്നത് ഡിഫറെൻ്റ് ആയിരിക്കും. പിന്നെ സോക്സുകൾ, നമ്മളൊരു സോക്സ് ഇട്ടാൽ അത് അങ്ങനെയാണ് അതിൻ്റെ എന്താ പറയുക, നമ്മൾ സ്വയം പ്രൊട്ടക്ട് ചെയ്യുന്നത്. ആർട്ടിക്കിലും അന്റാർട്ടിക്കിലും വെള്ളം കിട്ടും. ആർട്ടിക്കിൽ കടൽ ജലമാണുള്ളത്. അപ്പോൾ നമുക്ക് ഓക്കെ, ഇത് എനർജിയെ കുറിച്ചിട്ടുള്ള ഒരു ചെറിയ നിങ്ങൾ ചോദിക്കണം. എനിക്ക് പ്രൂവ് ചെയ്യാൻ നമുക്ക് നിങ്ങൾ ചോദിക്കണം കാര്യങ്ങൾ. ഞാനിങ്ങനെ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ കേൾക്കാണ്ട് ഈ ഞാൻ പറഞ്ഞ കാര്യത്തിൽ നിങ്ങളുടെ സംശയങ്ങളൊന്നുമില്ലേ? നിങ്ങൾക്ക് എന്തൊക്കെ ഒരു സംശയമില്ലേ? ആ നടക്കും. ചോദിക്കും. ബന്ധപ്പെട്ടതാണ് കൈനട്ടി അല്ലേ? പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥിരമായിട്ട് ഇരിക്കുന്നു. പൊട്ടൻഷ്യൽ എനർജിയുടെ ഒരു ഉപയോഗം എനർജിയാണ് അല്ലേ? അതുപോലെ കാറ്റടിക്കുന്ന സമയത്ത് അതിൻ്റെ ദിശ നോക്കി നമ്മളൊരു വിൻഡ് വീൽ കാറ്റാടി വലിയ ഡാമിൽ വെള്ളം ശേഖരിച്ച് നിർത്തിയിരിക്കുന്നതൊക്കെ ഒരു പൊട്ടൻഷ്യൽ എനർജിയുടെ സ്റ്റോറേജാണ്. അത് തുറന്നു വിട്ട് ഒരു ഡക്റ്റിന് കൂടെയൊക്കെ വന്നു.
നോട്ട് ടു പ്രൊട്ടക്ട് യുവർ സെൽഫ്. സോ നമ്മൾ വിചാരിക്കണമില്ല, നമ്മളിപ്പോൾ അവിടെ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ എന്താ ഒരു സെറ്റ് ചെയ്യുന്ന ഒരു പ്രശ്നം വെച്ചാൽ സെറ്റ് ചെയ്തിട്ട് നമ്മൾ ഇടക്കിടക്ക് ഈ ഇതൊക്കെ മാറ്റിയില്ലെങ്കിൽ ഈ സ്വെറ്റ് ഇവിടെ കിടന്നിട്ട് ഇവിടെ ഫ്രീസാകുമ്പോൾ പറയുന്നത്. കാരണം ആദ്യം സെറ്റാവും, കാരണം നമ്മൾ ബോഡി ജനറേറ്റ് ഹീറ്റ് ആൻഡ് സ്വെറ്റ് ഉണ്ടാവും. അത് കഴിയുമ്പോൾ പുറത്ത് തണുപ്പ് ഭയങ്കര കൂടുതലായതുകൊണ്ട് അത് ഫ്രീസാകാൻ തുടങ്ങി. ഫ്രീസായി കഴിഞ്ഞാൽ അത് ദാറ്റ് വിൽ ബിക്കം ഫ്രോസ്റ്റ് ബൈറ്റ്. സോ അപ്പോൾ നമ്മൾ സാധാരണ രീതിയിൽ അന്റാർട്ടിക്കയിലേക്ക് ഇങ്ങനത്തെ പോകുമ്പോൾ എന്ത് ചെയ്യണം, ഇങ്ങനത്തെ വരുമ്പോൾ ഇടക്കിടക്ക് തണുപ്പ് ഭയങ്കര തണുപ്പാണെങ്കിലും പക്ഷേ നമ്മൾ ഇതൊക്കെ മാറ്റിക്കൊണ്ടിരിക്കും. കാരണം ഒരിക്കലും സ്വെറ്റ് ശരീരത്തിൽ നിൽക്കാൻ പാടില്ല. പിന്നെ ക്രിവാസ് എന്നുണ്ട്, ഐസിനെ തന്നെ ഇങ്ങനെ ക്രാക്കുകളൊക്കെ ഉണ്ടാവും. അത് നമ്മളിങ്ങനെ വെറുതെ കാണുമ്പോൾ എല്ലാം വെളുത്ത് കിടക്കും. നമ്മളിവിടുന്ന് പോകുമ്പോഴേക്കും ഒരു ഇടയിൽ വലിയൊരു കുഴി, ഇപ്പോൾ ക്യാൻ ജസ്റ്റ് ഗോ ഇൻസൈഡ്, ഈവൻ വെഹിക്കിൾ ക്യാൻ ഗോ ഡയറക്റ്റ്ലി ഇൻസൈഡ്. അപ്പോൾ നമ്മളതിന് എന്താ പറയുക, ആദ്യം റഡാറൊക്കെ വെച്ച് സ്റ്റഡി ചെയ്തിട്ടാണ് ഇന്നൊക്കെ വണ്ടികൾ പോകാൻ സമയത്തൊക്കെ. വണ്ടികളെന്ന് പറഞ്ഞാൽ നമ്മൾ നാട്ടിൽ കാണുന്ന വണ്ടിയൊന്നുമല്ല, ഈ ചെയിൻ ഇതായിട്ടുള്ള വലിയ വണ്ടികളാണ്, വളരെ സ്ലോ സ്പീഡിൽ പോകുന്നത്. അതാണ് ഒരു ഇത്. പിന്നെ വെച്ചാൽ ഈ ഭയങ്കര വിൻഡ് ഉണ്ടാവും, ഡിസാബിളുണ്ട്. അപ്പോൾ നമുക്കൊരു നടക്കാനൊരു ദിശാബോധം കിട്ടും. അന്റാർട്ടിക്ക ഒന്നുമില്ലല്ലോ, കംപ്ലീറ്റ്ലി വൈറ്റാണ്. അതിൻ്റെ ഇടയിൽ ഒരു മണൽക്കാറ്റ് വരുന്ന, you will not be able to identify anything. So suddenly you lose your track of your sense. You lose track of your sense, track of your direction. The direction so you have to be, എന്താ പറയുക, അത് ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ളതാണ്. ആ ബ്ലിസാർഡ് സമയത്തൊന്നും ഞങ്ങൾ പുറത്തിറങ്ങാൻ ആൾക്കാർ സമ്മതിക്കില്ല. അതുകൊണ്ട് ക്യാമ്പിലാണെങ്കിൽ ഏറ്റവും പ്രശ്നം CO2 ഒക്കെ എടുത്ത് കഴിഞ്ഞിട്ട് ഓക്സിജൻ ഡിസ്ചാർജ്. അന്ന് ഒറിജിനലി ഭൂമിയിൽ ഓക്സിജൻ ഇല്ല. ഈ ഓക്സിജൻ മുഴുക്ക വന്നത് ഈ കുഞ്ഞു സസ്യങ്ങളുടെ ഡിസ്ചാർജ് കൊണ്ടാണ് ഓക്സിജൻ വന്നത്. അങ്ങനെ ഓക്സിജൻ വന്ന് നിറഞ്ഞതിന് ശേഷമാണ് ബാക്കിയുള്ള ജീവജാലങ്ങൾ, ചെറിയ ക്രീച്ചേഴ്സ്, മത്സ്യങ്ങളെ പോലെയുള്ള കുഞ്ഞു മത്സ്യങ്ങളെ പോലെയുള്ള ക്രീച്ചേഴ്സ് വന്നു തുടങ്ങിയിട്ടാണ് നമ്മളൊക്കെ ഈ ലെവലിൽ ഇപ്പോഴുള്ള വലിയ വലിയ മൃഗങ്ങളും രൂപങ്ങളും ഒക്കെ വന്നിരിക്കുന്നത്. ഇനി എന്താ സംശയം പറയും, ഇനി നടക്ക്. വെള്ളം നമ്മളിപ്പോൾ ഈ പറയുന്ന പ്ലാനറ്റ് എന്ന് പറഞ്ഞാൽ എന്തുമാത്രം ഇതുവരെ അങ്ങനെ ഒരു ജീവൻ ഉള്ളതായിട്ട്, വെള്ളം തന്നെ ഉണ്ടെന്നുള്ളതിന് ഇപ്പോഴും തെളിവില്ല നമുക്ക്. എന്താ പോണേ അല്ലില്ല ഇതുവരെ കൃത്യമായിട്ട് ഈ പറഞ്ഞ ചന്ദ്രനിൽ ഇപ്പോൾ നമ്മൾ കണ്ടു എന്ന് പറയുന്ന പോലെ അത്ര പോലും നമ്മൾ ബാക്കിയുള്ള സ്ഥലത്ത് വെള്ളത്തിൻ്റെ അംശം, മാർസിൽ ചൊവ്വാഗ്രഹത്തിൽ വെള്ളത്തിൻ്റെ അംശം ഉള്ളതായിട്ട് നമുക്ക് കിട്ടിയിട്ടില്ല. പക്ഷേ ഈ ഇൻവെസ്റ്റിഗേഷൻ കാണിക്കുന്ന ഒരു കാര്യം, മുമ്പ് ഏതോ 100 കോടി വർഷങ്ങൾക്ക് മുമ്പ് ചൊവ്വയിൽ വെള്ളത്തിൻ്റെ അംശം ഉണ്ടായിരുന്നിരിക്കാം. ആ ചൊവ്വയെന്ന് പറയുന്ന ഗ്രഹം ഒരു കാലത്ത് നമ്മുടെ ഭൂമി പോലെ ജീവനുള്ള ഒരുപാട് ക്രീച്ചേഴ്സ് ഉണ്ടായിരുന്നൊരു സ്ഥലമായിരിക്കാം. എന്തോ സംഭവിച്ച് കാലപ്പഴക്കം കൊണ്ട് ഇപ്പോൾ അത് വന്നു കഴിഞ്ഞതിന് ശേഷം അറ്റ്മോസ്ഫിയർ, അതിൻ്റെ എൻവയോൺമെൻറ്റ് നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞ് പോയതായിരിക്കും എന്ന് ഒരു ഹിന്റ് കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് ചൊവ്വയെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കാനായിട്ട് ബഹിരാകാശ ഗവേഷണങ്ങൾ അതിന്റെ മുകളിൽ ലാൻഡ് ചെയ്യും. ലാൻഡ് ചെയ്യുമ്പോൾ എർത്തിലല്ലേ നമ്മൾ നടക്കുന്നേ. അന്റാർട്ടിക് ഒരു വെരി സീരിയസ് ക്വസ്റ്റ്യൻ, ഒരു വളരെ മോസ്റ്റ് ഇൻ്റലിജൻ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ. അന്റാർട്ടിക്കയിൽ നമ്മൾ ഇവിടെ കാണുന്ന പല മിനറൽസും അവിടെ ഉണ്ട്. അപ്പോൾ പക്ഷേ ഒരു പ്രശ്നം വെച്ചാൽ അന്റാർട്ടിക്ക ഡസ് നോട്ട് ബിലോങ് ടു എനിവൺ. അന്റാർട്ടിക്ക ഈസ് എ നോ മാൻസ് ലാൻഡ്. അന്റാർട്ടിക്ക എങ്ങനെ ഗവേൺ ചെയ്യുന്ന വെച്ചാൽ അത് അന്റാർട്ടിക് ട്രീറ്റി സിസ്റ്റമാണ്. അന്റാർട്ടിക് ട്രീറ്റി, അതായത് അന്റാർട്ടിക്ക മാത്രമാണ് UN-ൻ്റെ പരിധിയിൽ വരാത്തൊരു കോണ്ടിനെൻ്റ്. അപ്പോൾ അന്റാർട്ടിക് ട്രീറ്റിയിൽ മൈനിങ് ഫോർബിഡൻ. മൈനിങ്, എനി കമേഴ്ഷ്യൽ ആക്ടിവിറ്റീസ് ഫോർബിഡൻ, എനി ന്യൂക്ലിയർ ആക്ടിവിറ്റീസ് ഫോർബിഡൻ. So it is Antarctica. അതുകൊണ്ടാണ് Antarctica as per the Antarctic Treaty is only for science and peaceful activities. അപ്പോൾ മൈനിങ് അവിടെ പറ്റില്ല. ഐസാണെങ്കിൽ, അതായത് നമ്മൾ അന്റാർട്ടിക്ക നമ്മൾ ഐസിൻ്റെ പ്രത്യേകം ഞാൻ പറയാം. നമ്മൾ ടൊമാറ്റോ കെച്ചപ്പ് ഉണ്ടല്ലോ,
ടൊമാറ്റോ കച്ചപ്പ് ഒരു തുള്ളി ഒഴിച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ ഇങ്ങനെ കുഞ്ഞു പോലെ ഇരിക്കും. ഒരുപാട് ഒഴിച്ചിരിക്കുമ്പോൾ അത് നല്ല സ്പ്രെഡ് ആവാൻ തുടങ്ങും. ഒരുപാട് പിന്നെയും മൂടിക്കഴിയുമ്പോൾ ഇത് പിന്നെ ഒരു ഫ്ലോ ചെയ്യാൻ തുടങ്ങും റെസിപ്പി. അതുപോലെയാണ് ഐസ് ആക്ച്വലി നോർമലി ബിഹേവ്സ് ആക്ച്വലി എന്താ പറയുക ഒരു സോളിഡ് പോലെ തോന്നും. പിന്നെ പക്ഷേ അത് സംഭവം ഡിസ്കസാണ്. അപ്പോൾ ഐസ് മൂവ് ചെയ്യുന്ന ആ വേഗതയിൽ കറിയുന്ന വേഗതയിൽ കൃത്യമായിട്ട് വേഗതയിൽ കറങ്ങുമ്പോൾ തമ്മിലുള്ള ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് വെച്ചിട്ടാണ് ഇത് താഴെ വീഴാതെ ഇരിക്കുക. അങ്ങനെയാണ് ഈ ഗ്രഹങ്ങളും സ്റ്റാറും എല്ലാം നിലനിൽക്കുന്നത് ആ കറക്കത്തിൻ്റെ വേഗതയുടെ ഒരു അട്രാക്ഷനാണ്. സണ്ണും മൂവ് ചെയ്യാത്തത് ഒന്നുമില്ല, എല്ലാം ഒരു മൂവ് ചെയ്യും. പക്ഷെ പലതിനും പല സ്പീഡാണ്, നമ്മളറിയുന്നില്ല. സണ്ണെന്ന് പറയുന്ന ഗ്രഹം എന്ന് പറയുന്നത് തിളച്ചിരിക്കൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ്. അതിങ്ങനെ തിളച്ചിരിക്കുക എന്ന് മാത്രമല്ല, അതിനകത്തുള്ള മാറ്റർ ഉരുകി വാതകമായിട്ട് പ്ലാസ്മയായിട്ട് അങ്ങ് മാറിക്കൊണ്ടേയിരിക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് തീ തുപ്പുന്ന കണക്കത് തുപ്പും. ആ ഉരുകുന്ന വാതകങ്ങളെല്ലാം കൂടെ ചേർന്ന് ഫ്ലെയിമായി മുട്ട തീയായി കഴിഞ്ഞിട്ട് പുറത്തോട്ടങ്ങ് ഡിസ്ചാർജ് ചെയ്യും. ഉൽക്കകളെന്ന് പറയുന്നത് സ്റ്റാർ ഏതെന്നും വരാം, ഏത് ഗ്രഹത്തിൽ നിന്നും ഏത് സ്റ്റാറിൽ നിന്നും അതിൻ്റെ മാറ്റങ്ങൾ കൊണ്ട് ഉൽക്കകൾ പോലെ ഓരോ കഷണം ചിലപ്പോൾ അടന്ന് വീഴും. മുട്ടം കഷണങ്ങൾ ചിലപ്പോൾ അത് വേറൊരു സ്റ്റാറായിട്ട് മാറും. അതായത് നമ്മൾ ആ ഒരു കൂൾ കണ്ടീഷനാണ് ഒരു ഇപ്പോൾ പെൻഗിൻ പോലെ പെൻഗിൻ സോ ദാറ്റ് വേ സോ ഈ വൈറസും ഇതൊക്കെ ഉണ്ട്. അതൊരു വലിയൊരു ചോദ്യമാണ്. ഈ ഐസ് മെൽറ്റ് ആകുമ്പോൾ ഈ വൈറസ് നമ്മൾ ചിലപ്പോൾ പുറത്തേക്ക് എത്തുന്നതാണ്. പക്ഷേ അത് ഡിപ്പെൻഡിങ് ഓൺ വേർ യു ആർ. ഈ നമ്മളിപ്പോൾ എന്താ പറയുക പല സ്റ്റഡി ചെയ്യുമ്പോൾ നമ്മൾ ഐസിന് അതേപോലെ കോൺട്രാക്ട് ചെയ്യും. എന്നിട്ട് നമ്മൾ ബയോളജിക്കാർ സ്റ്റഡി ചെയ്യുമ്പോൾ അവർ സ്പെഷ്യലൈസ്ഡ് ഫെസിലിറ്റീസ് ഒക്കെ വെച്ചിട്ടാണ് ചെയ്യും. അപ്പോൾ അതിപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഫസ്റ്റ് ദേ വിൽ ഗെറ്റ് സം ഇൻഫർമേഷൻ based on which they will decide actually how to the experiment to be planned and so on. So ആ ഒരു പ്ലാനിങ്ങും ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് ആദ്യം ഉണ്ടാവണം. എങ്കിലും there are times you may not be actually knowing whether there is something real issues there or not. പ്രത്യേകിച്ച് ആർട്ടിക്കിൾ ഐസിന് ചിലപ്പോൾ പണ്ടത്തെ ഈ കൊറോണ പോലത്തെ വൈറസൊക്കെ ഉണ്ടായിരുന്നു വരാം. അതൊരു വലിയൊരു അതൊരു വലിയൊരു മേജർ ഏരിയ ഓഫ് റിസർച്ചാണ്. നമ്മുടെ ഈ ഐസൊക്കെ മെൽറ്റ് ചെയ്യുമ്പോൾ ഫ്യൂച്ചറിൽ പുതിയ വൈറസുകൾ നമ്മളിപ്പോൾ അറിയപ്പെടാത്ത ഈ കൊറോണ വന്ന പോലത്തെ വേറെ പുതിയ വൈറസുകളെല്ലാം വരുമോ? അതൊരു തരം ഒരു സംശയമാണത്. ഭയങ്കരമായിട്ട് അതിവർഷമാണ്. ഈ അതിവർഷം അതായത് ഏറ്റവും കൂടുതൽ ഭയങ്കര മഴ കൂടിയിട്ടുള്ള പ്രത്യേകത അതൊക്കെ എന്തുകൊണ്ട് വരുന്നത് നമുക്കറിയാം. അതായത് നമ്മൾ വിചാരിക്കുന്ന പോലെ നമ്മളിവിടുത്തെ കാലാവസ്ഥ നമ്മളെ തീരുമാനിക്കുന്ന നമ്മളിവിടെ ഇതുമായിട്ട് ബന്ധപ്പെട്ടല്ല, അത് പുറത്ത് നടക്കുന്ന കാര്യങ്ങളായിട്ട് കാണാം. അപ്പോൾ ഈ കാലാവസ്ഥയുടെ മാറ്റങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നതെന്ന് പറയുന്നത് ഈ ആർട്ടിക്കിനെ പോലെ സ്ഥലങ്ങൾ, അന്റാർട്ടിക്കല പോലെ സ്ഥലങ്ങൾ. ആ സ്ഥലത്ത് ഐസ് മെൽറ്റാവുമ്പോഴാണ് ഈ ആർട്ടിക്കൽ ഐസ് മെൽറ്റാവുന്നതാണ് നമ്മുടെ നോർത്തേൺ ഇന്ത്യയിലൊക്കെ ഒരുപാട് മഴ പ്രളയങ്ങളൊക്കെ ഉണ്ടായെന്ന് കേട്ടില്ലേ? ആ പ്രളയങ്ങൾക്ക് ഒരു കാരണം. അപ്പോൾ ആ ആർട്ടിക്കൽ കുറിച്ചിൻ്റെ അതിനെക്കുറിച്ച് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇവിടുത്തെ കാലാവസ്ഥയെ കുറച്ചുകൂടി ബെറ്ററായിട്ട് ഫോർകാസ്റ്റ് നമ്മുടെ സെക്യൂരിറ്റി, നമ്മുടെ ആൾക്കാരുടെ ഭക്ഷണം, നമ്മുടെ ഉപജീവനം ഇതൊക്കെ നഷ്ടപ്പെടാം. അപ്പോൾ അതുകൊണ്ട് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെ അതാണ് പ്രധാനപ്പെട്ട ശാസ്ത്രീയമായ കാരണം. അതുപോലെയാണ് ഈ പേരിലൊക്കെ എടുക്കുന്ന കാര്യങ്ങൾ നമ്മൾ ഈ വിൻഡ് വീലിൽ നമ്മൾ കാറ്റാടി യന്ത്രങ്ങളിൽ വരുന്നത് യന്ത്രവും അതുപോലെ വന്നിട്ട് താഴെ വന്ന് കഴിഞ്ഞിട്ട് ആ കാറ്റാടി യന്ത്രം വളരെ സൂക്ഷ്മമായിട്ട് കറങ്ങുന്നതിന് ഗിയർ വീൽ മെക്കാനിസം വെച്ചിട്ട് വലിയൊരു ഗിയർ പയ്യെ കറങ്ങുന്നതിന് താഴോട്ട് കൊണ്ടുവന്ന് ചെറിയ ഗിയറാക്കി മാറ്റി കഴിയുമ്പോൾ അത് ഗിയറിൻ്റെ സ്പീഡ് ഗിയർ ബോക്സിൽ സ്പീഡ് കൂടുകയും കുറയുകയും ചെയ്യുന്നതിൻ്റെ മെക്കാനിസം എന്താണ്? എഞ്ചിനീയറിംഗ് മെക്കാനിസം. വീലിൻ്റെ പല്ലുകളുണ്ടാകും. വീലെന്ന് പറയുന്നത് പൽചക്രം, അതാണ് ഗിയർ എന്ന് പറയുന്ന പൽചക്രം. അതിലെ വീലുകളിലുള്ള പല്ലിൻ്റെ എണ്ണം ഒരു വലിയ വീലിൽ 1000 പല്ലുണ്ടെന്ന് വെച്ചാൽ അതിലൊരു ബെൽറ്റ് ഇട്ടിട്ട് നമ്മൾ ആ മോഷനെ 100 പല്ലുള്ള ഒരു കുഞ്ഞു വീലിലേക്ക് മാറ്റിയാൽ ഈ 1000 പല്ലുള്ള വീല് ഒരു പ്രാവശ്യം കറങ്ങുമ്പോൾ 100 പല്ലുള്ള വീല് എത്ര പ്രാവശ്യം
10 ഇരട്ടി കറങ്ങും, 10 ഇരട്ടി സ്പീഡിൽ ഇല്ലേ? ഇതിങ്ങനെ കറങ്ങി അതാണ് അതിൻ്റെ എഞ്ചിനീയറിങ് കണക്ഷൻ. കാറിലൊക്കെ നമ്മൾ ഗിയർ മാറ്റുന്ന അതേ മെക്കാനിസമാണ്. ഇവിടെയൊക്കെ എന്താണ് കരിയറിൻ്റെ മനസ്സിലിപ്പോൾ പ്ലാൻ വല്ലതും ഉണ്ടോ? അതെങ്ങനെ ഫ്യൂച്ചർ പിന്നെ ആലോചിക്കാൻ പറ്റും? കാരണം 9ാം ക്ലാസ് ഒക്കെ എത്തുമ്പോഴാണ് ആൾക്കാർ ആലോചിച്ചോളൂ എന്ത് ചെയ്യുന്നു. നേരത്തെ ആഗ്രഹമുള്ളവരുണ്ട്. ഒന്നും ആലോചിക്കാതിരിക്കുകയാണ്. നമ്മൾ ആദ്യമായിട്ട് പറഞ്ഞവരും മൾട്ടി വിറ്റമിൻ ടാബ്ലറ്റ്സ് മസ്റ്റായിട്ട് കഴിച്ചിട്ടുണ്ട്. നോട്ട് ഗെറ്റിംഗ് എനിത്തിങ് വെജിറ്റബിൾസ് ഓഫ് ഫ്രൂട്ട്സും വെജിറ്റബിൾസൊക്കെ നമ്മൾ ആദ്യം ചെല്ലുന്ന ആദ്യത്തെ 1-2 മാസങ്ങളുണ്ടാവും. പക്ഷെ നമുക്ക് ഒരു കൊല്ലത്തിലധികം അവിടെ നിൽക്കണ്ടേ? അപ്പോഴേക്കും ഇതൊന്നും നിൽക്കില്ല. അപ്പോൾ അങ്ങനെയാണ് കൂടുതലും ടാബ്ലറ്റ്സൊക്കെ കഴിക്കാൻ പറയുന്നത് വിറ്റമിൻസ് വേണ്ടിയിട്ട്. ബാക്കിയെല്ലാ പ്രോട്ടീൻസൊക്കെ ഇപ്പോൾ നമുക്കറിയാം ചിക്കനും ഫിഷൊക്കെ നമുക്ക് ഫ്രോസൺ ചെയ്യാൻ പറ്റും. ഇതൊക്കെ ഒരു വർഷമൊക്കെ മീറ്റ് സൂക്ഷിച്ചേക്കാൻ പറ്റും. അതായത് വളരെ ലോവസ്റ്റ് ടെമ്പറേച്ചർ നോക്കണം. അന്നേരം -30 ഡിഗ്രിയിലൊക്കെയാണ് ഫ്രീസ് ചെയ്യുക. ഡയറക്റ്റായിട്ട് ഫ്രോസണായിട്ട് ഒന്നിച്ച് കൊളാബറേറ്റീവായിട്ട് പഠിക്കുക. മറ്റു രാജ്യങ്ങളായിട്ടുള്ള എക്സ്പീരിയൻസ് അവരോട് എന്തെങ്കിലും നമ്മൾ അന്റാർട്ടിക്കയിൽ പോകുമ്പോൾ എല്ലാവരും അന്റാർട്ടിക്ക is for peaceful purpose. So everyone is a friend in Antarctica. There is no fight. Even if a Pakistani comes to Antarctica also, we will not fight because it's basically Antarctica is for peaceful purpose. Chinese, we meet a lot of Chinese. They come to our station. They come for our Independence Day, Republic Day. We go to their National Day. അല്ലാണ്ട് അറ്റോമിക് എനർജി ഉണ്ടാക്കുന്നത് പോലെ ആറ്റം ഉണ്ടാക്കിയിട്ട് പൊക്കോടി പെട്രോളിയം ഉണ്ടാക്കുന്നത് പോലെയുള്ള കാര്യങ്ങൾ നമുക്ക് വേണ്ട. മനസ്സിലായില്ലേ? അതാണ് കാര്യങ്ങൾ. നമ്മളങ്ങനെ ഒരു കടന്ന വഴിയിൽ ചിന്തിക്കേണ്ട. അതുകൊണ്ട് വാട്ട്ഫാ മനുഷ്യനെന്ത് ഉപയോഗം എന്ന് പറയണം. ഐ ക്യാൻ ഡു. സാധാരണ കുട്ടികളുടെ അടുത്ത് അങ്ങോട്ട് പോയി ക്ലാസ്സൊക്കെ എടുക്കുമ്പോൾ പറയുന്നത് ഐക്യു ഉണ്ടോ, വലിയ ഐക്യു ഉണ്ടോ എന്ന് ചോദിക്കും. ഞാൻ പറയുന്നത് ഐക്യു ഒന്നും വേണ്ട. ഐക്യുവിന് മാറ്റി ഞാൻ വേറൊരു കാര്യം പറഞ്ഞുതരാം. ഐ ക്യാൻ. എന്താണ് ഐ ക്യാൻ എന്നുവെച്ചാൽ എനിക്ക് കഴിയും. കറക്റ്റ്. എന്നുവെച്ചാൽ എന്ത് കാര്യം വന്നു കഴിഞ്ഞാലും മനസ്സിൽ ആദ്യം പറയണം എനിക്ക് കഴിയും, ഞാൻ ചെയ്യും, എന്നെക്കൊണ്ട് പറ്റും. ഒരു കുന്ന് കാര്യങ്ങൾ പഠിക്കാറുണ്ടെങ്കിൽ പറയണം എനിക്ക് പറ്റും, ഐ ക്യാൻ. അപ്പോൾ ഇനിയിപ്പം നാളെ തൊട്ട് ഐക്യു അല്ല വേണ്ടത്, ഐ ക്യാൻ. ഓക്കെ, അതായിരിക്കണം നമ്മുടെ സ്ലോഗൻ. ഐ ക്യാൻ. എനിക്ക് പറ്റുമെന്നില്ല. എല്ലാ കൃഷിയുണ്ട്, എല്ലാ കൃഷികളും ഉണ്ട്. എന്തുമാത്രം സാധനങ്ങൾ കൃഷി ചെയ്യാറുണ്ട്. കപ്പ മാത്രമല്ല, ഇഞ്ചി, മഞ്ഞൾ, കിഴങ്ങ് വർഗ്ഗങ്ങൾ, ചേമ്പ്, ചേന, കാച്ചിൽ, വാഴച്ചേമ്പെന്നൊക്കെ പറഞ്ഞൊരു സാധനമൊക്കെ ഉണ്ടെന്ന് ഇപ്പോൾ ഒന്നും കാണാറില്ല. പിന്നെ അതുപോലെ തന്നെ കൃഷി ചെയ്യുന്നിടത്ത് പറമ്പിൽ പോയി കഴിഞ്ഞാൽ നെല്ലിൻ്റെ വയലില്ല. ഇതൊക്കെ കൃഷി ചെയ്തൊക്കെ എടുത്തിട്ട് കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ ഒരുപാട് അധ്വാനമുള്ള കാര്യമാണ്. നമ്മളിപ്പം ഈ കാണുന്ന ഈ ലോകം നമ്മളിത്രയും സുഖമായിട്ട് രേഖപ്പെടുത്തി ചെല്ലുമ്പോൾ ആഹാര സാധനങ്ങൾ പാചകം ചെയ്ത് വരുമ്പം അവിടെ വരാം. ആലുവയിൽ 7ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. എനിക്ക് ഈ ഒരു വാക്ക് വിത്ത് സയൻസ് എന്ന് പറയുന്ന പ്രോഗ്രാം എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. കാരണം നമുക്ക് വളരെ ഓപ്പണായിട്ട് നമുക്കറിയാൻ ആഗ്രഹമുള്ള കാര്യം വളരെ ഇൻട്രാക്റ്റീവായിട്ട് ചോദിക്കാൻ പറ്റുമായിരുന്നു. എനിക്ക് അറിയാൻ താല്പര്യമുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ എൻ്റെ എല്ലാ ചോദ്യത്തിനും ശാസ്ത്രജ്ഞർ എനിക്ക് മറുപടി തന്നു. എനിക്ക് ഒരുപാട് സന്തോഷമായി. പിന്നെ ആദ്യം ഞാൻ ആ ഒരു ഗ്രൂപ്പിലോട്ട് പോകുമ്പോൾ എനിക്ക് അതിനെക്കുറിച്ച് ഒന്നും അറിയില്ലാത്ത ഒരു പ്രത്യേക വിഷയമായിരുന്നു ശാസ്ത്രജ്ഞൻ്റെ, അതായത് പോളാറായിട്ട് ബന്ധപ്പെട്ട്. പക്ഷേ ചോദിച്ചു വന്നപ്പോൾ എനിക്ക് ഒരുപാട് ചോദ്യങ്ങളുണ്ടായിരുന്നു. ആ ചോദ്യങ്ങളിലൂടെ എനിക്ക് ഒരുപാട് അറിവുകൾ ലഭിച്ചു.
ഞാൻ വളരെ സന്തുഷ്ടനാണ്.